എനിക്കൊരു ഷൂ വാങ്ങണം. കുറച്ചായിട്ട് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്, മാൾസിലൊക്കെ പോകുമ്പോൾ നോക്കും. എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കുറേ ആഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ആഡ് എന്നെ വല്ലാണ്ട് ആകർഷിച്ചു. അതിൽ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. എനിക്ക് അറിയ പോലില്ല ആ ബ്രാൻഡിനെ കുറിച്ച്. പക്ഷെ അതിലുള്ള വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്കൊരു ഓഫീസ് ഷൂ ആണ് വേണ്ടത്. അപ്പോൾ അതിലുള്ള മോഡൽ ആ ഒരു ഓഫീസ് ഷൂ ധരിക്കുകയും അവിടുന്ന് കമ്മ്യൂട്ട് ചെയ്തിട്ട് വർക്ക് സ്പേസിൽ വരുന്നതും അവിടുന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള വിഷ്വൽസാണ്. അപ്പോൾ എനിക്ക് എന്തോ ഇമോഷണലി അതിനോട് ഒരു ചെറിയ കണക്ഷൻ തോന്നി. പക്ഷേ ഞാൻ സ്ക്രോൾ ഔട്ട് ചെയ്തു, കാരണം എന്താ, ബ്ലാക്ക് എനിക്ക് അറിയാത്തൊരു ബ്രാൻഡാണ്. പിന്നീട് അടുത്ത ദിവസങ്ങളിലും ആ ദിവസങ്ങളിലും പലവട്ടമായിട്ടൊക്കെ ഡിഫറെൻറ്റ് തരത്തിലുള്ള ആഡുകൾ ഞാൻ ബ്ലാക്കിൻ്റെ കാണാണ്. ഒന്ന് സ്വൈപ്പ് ആഡാണ്. സ്വൈപ്പ് ആഡിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷൂകളുണ്ട്, അതിങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വേറെ തരത്തിൽ ടെസ്റ്റിമോണിയൽ ആഡാണ്. ഒരാൾ ആ ഷൂ വാങ്ങിയതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി അതിന് ബേസ് ചെയ്തിട്ടുള്ള ആഡാണ്. അങ്ങനെ പതുക്കെ പതുക്കെ എനിക്കത് ഫെമിലിയർ ആവാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരു 3-ാം ദിവസം ഞാനത് ആഡ് കാണുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള ഒരു ബ്രാൻഡ് പോലെയാണ് ഞാനത് കാണുന്നത്. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ പേജിൽ പോകുന്നു, പേജിൽ സ്ക്രോൾ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ എല്ലാ സെയിൽസ് ഒബ്ജക്ഷൻസും അവിടെ കവർ ചെയ്യുന്നു. ഞാനത് ഓർഡർ ചെയ്യുന്നു. എനിക്ക് തീരെ പരിചയമില്ലായിരുന്ന ബ്ലാക്ക് എന്നുള്ള ബ്രാൻഡ് 3 ദിവസം കൊണ്ട് എനിക്ക് പരിചയമുള്ള ബ്രാൻഡ് ആവുകയും എനിക്കതിനോട് വല്ലാണ്ട് ട്രസ്റ്റ് തോന്നുകയും ഞാൻ ഓർഡർ പർച്ചേസും ചെയ്തു. ഫെമിലിയാരിറ്റി എന്നുള്ളത് ഒരാളെ സെയിൽസിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പണ്ടത്തേക്കാൾ കൂടുതൽ ക്വിക്കായിട്ടും ഈസിയറായിട്ടും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ സെയിൽസ്, കസ്റ്റമർ റിട്ടൻഷൻ ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അപ്പോൾ നമുക്ക് കസ്റ്റമർ സൈക്കോളജി ഡേ 23 വീണ്ടും കാണാം.